ശ്രീകോവിലിന്റെ ചുറ്റിലുമുള്ള 4 തൂണുകൾ ഇളക്കിയെടുത്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ പരിശോധന നടത്താൻ വേണ്ടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരണത്തിന് വീണ്ടും എത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. നേരത്തെ നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് കണ്ടെത്താൻ കഴിയാതെ SIT ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ അത് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി മുംബൈയിൽ അയച്ച് കൂടുതൽ വിശദമായ പരിശോധന നടത്തി തന്നെയാണ് ഇത്തവണ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കുള്ള അനുമതി ഹൈക്കോടതിയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത്. ഏതറ്റം വരെ വേണമെങ്കിലും SITക്ക് സഞ്ചരിക്കാം. യഥാർത്ഥ പ്രതികളും കൃത്യമായ തെളിവും സംഘടിപ്പിച്ചു മാത്രം തിരികെ എത്തുക. ഇതുതന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യം ശ്രീകോവിലിന് പിറകിലുള്ള സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. പരിശോധന 3 ദിവസത്തോളം നീണ്ടു നിൽക്കും. ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും പ്രത്യേക അന്വേഷണ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ അന്വേഷണ സംഘം സന്നിധാനത്തെത്തി ക്യാമ്പ് ചെയ്തു. നട അടച്ചതിന് ശേഷമായിരുന്നു സാമ്പിളുകൾ ശേഖരിക്കാൻ ആദ്യം തീരുമാനിച്ചത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഭാഗമാണ് സംഘം പരിശോധിക്കുന്നത്. ശ്രീകോവിലിലെ 4 തൂണുകൾ ഇളക്കി പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് ഈ പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും പ്രതികളൊക്കെ, 1-ാം പ്രതി മുതൽ മറ്റു പ്രതികളൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത്തരത്തിൽ തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന് കോടതി ജാമ്യം അനുവദിച്ചു. സ്വാഭാവിക ജാമ്യം തന്നെയാണ്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി. പിന്നാലെ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയത്. SIT ഈ കേസിലും കുറ്റപത്രം സമർപ്പിച്ചില്ലായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ജാമ്യം നേടിയത്. ശബരിമല മണ്ഡല മകരവിളക്ക് സമയത്ത് സന്നിധാനത്ത് ജോലി ചെയ്ത ജീവനക്കാരടക്കം ഇത്തവണ പെടുന്ന ഒരു സാഹചര്യമാണ്. ശബരിമലയിൽ ഇതുവരെ നടന്നിട്ടുള്ള സകലമാന കൊള്ളയിലേക്കും വഴികാട്ടിയായി അയ്യപ്പൻ തന്നെ മാറുകയാണ്. ഈ പറയുന്ന കട്ടിളപ്പാളി സ്വർണ്ണക്കേസ് മാത്രമല്ല, മറ്റ് വിവരങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും കൂടി അന്വേഷണം എത്തുന്നു. സന്നിധാനത്ത് ആ കാലയളവിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പണമിടപാട് അന്വേഷിക്കാനാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. 2025 നവംബർ 17 മുതൽ സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന ചില താൽക്കാലിക ജീവനക്കാരുടെ പണമിടപാടുകൾ അത് സംശയകരമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷണം ആരംഭിച്ചതായും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് 2 ബാങ്കുകളുടെ സന്നിധാനത്തെ ബ്രാഞ്ചുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് അയച്ചിട്ടുള്ള പണമിടപാടുകളാണ് പരിശോധിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ, കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി 14 ലക്ഷത്തിലധികം രൂപ കൈമാറ്റം നടത്തിയെന്നാണ്, പോസ്റ്റ് ഓഫീസിലൂടെ മാത്രം കൈമാറ്റം നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2 ജീവനക്കാരിൽ ഒരു പത്തനംതിട്ട സ്വദേശി 1,38,000 രൂപയും മറ്റൊരാൾ 1,07,000 രൂപയും മറ്റു 3 പേർ 25,000 രൂപയിലധികവും അയച്ചിരിക്കുന്നു. അത് എവിടെ നിന്ന് ലഭിച്ച പണം, എങ്ങനെ കിട്ടിയ പണം? അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല എന്ന സ്ഥിരം താൽക്കാലിക ജീവനക്കാർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അവരെയൊക്കെ തന്നെ പരിശോധിക്കേണ്ട, അവരെയൊക്കെ തന്നെ ഈ അന്വേഷണത്തിനുള്ളിൽ കൊണ്ടുവരണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും തുറന്നു നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കാൻ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് അങ്ങനെ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റു പല വിവരങ്ങളിലേക്കും എത്തുന്നുണ്ട്. ശബരിമലയിൽ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മണിമണ്ഡപം നിർമ്മിക്കുന്നതിനും സ്പോൺസറായി എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുള്ള നിർണായകമായ രേഖകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ APS കുറിപ്പിന്റെ ക്ഷണപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായതെന്നാണ് രേഖകളിൽ പറയുന്നത്. APS കുറിപ്പ് 2018 ജൂലൈ 6 ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട്. 2019 ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽപ്പടി എന്നിവിടങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്പോൺസർ എന്ന നിലയിൽ സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ നിർണായക തെളിവ് കൂടിയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട്. 2014 ജൂൺ 18 നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള വേഴാമ്പറമ്പ് മന ചിത്രഭാനു നമ്പൂതിരിപ്പാടത് 2017 ഏപ്രിൽ 18 നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ച് വരുത്തേണ്ട മാറ്റങ്ങളിൽ മണിമണ്ഡപം നിർമ്മിക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് 18-ാം പടിക്ക് ഇരുവശങ്ങളിലുമായി 2 മണിമണ്ഡപങ്ങൾ നിർമ്മിക്കണമെന്ന കാര്യം 2017 ഏപ്രിൽ 22 ദേവസ്വം ബോർഡിന് എഴുതിയ കത്തിൽ APS കുറിപ്പ് പരാമർശിച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം ഏപ്രിൽ 24 എഴുതിയ കത്തിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് താൻ ഇതിനായി ഒരു സ്പോൺസറെ അന്വേഷിക്കുകയായിരുന്നുവെന്നും പരിമല അനന്തരാചാര്യയുടെ സഹായത്തോടെ ബംഗളൂരുവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ സാധിച്ചുവെന്നും അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്.
18-ാം പടിക്ക് ഇരുവശവുമായി 2 മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പൂർണ്ണ ചെലവ് വഹിച്ചു കൊള്ളാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ച കാര്യവും കത്തിൽ പറയുന്നു. ചെന്നൈയിലുള്ള അയ്യപ്പ ഭക്തരായ 3 കുടുംബങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളതും ഇത് നിർമ്മിക്കുന്നതിന് അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്തിലെ വാചകങ്ങളും ദേവസ്വം ബോർഡിനുള്ള കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 2017 ഏപ്രിൽ 27 ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർണ്ണ ചിലവിൽ മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയെന്ന കത്തും അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. കൊടിമര പുനഃപ്രതിഷ്ഠ നടത്താൻ ഭക്തരിൽ നിന്നും സ്വർണം സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്കടക്കം നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഇതേറെ പ്രസക്തമായി മാറുന്നത്.